ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ പെൺകുട്ടികളും ഒരു വീട് പണിയായിട്ട് സ്വന്തമായിട്ട്. അതാണ് ഞാൻ സ്വപ്നം കണ്ട വിനാശേരി. നമുക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു മുക്കിൽ പോയിരുന്ന് പാട്ട് പാടാനോ അല്ലെങ്കിൽ റീല് ചെയ്യാനോ ഒരു സ്ഥലം. അപ്പോൾ ഇനി ആരും വന്ന് പറയാം എന്നൊന്ന് മാറി, എനിക്കിവിടെ കുറച്ച് എനിക്ക് പരിപാടി ഉണ്ട്, ഒന്ന് മാറിപ്പോയേ, നീ വേറെ എവിടെയെങ്കിലും പോയിരിക്കേ, അതൊന്നും പറയാനില്ല. അപ്പം നമുക്ക് പറയാമല്ലോ, ഇത് എൻ്റെ വീടാണ്, നീ വേണമെങ്കിൽ പുറത്ത് വെക്കുമെന്ന് പറയാമല്ലോ. രണ്ട് നില വീട് എനിക്ക് പറ്റില്ല. ലൈക്ക് എനിക്ക് കയറി ഇറങ്ങാനൊന്നും എനിക്ക് താല്പര്യമില്ല. ആ സ്റ്റെപ്പിൽ എനിക്ക് താഴെ തന്നെ വേണം. എനിക്ക് വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരാൾ ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത് കാണണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ പേ ചെയ്യുന്നത്, ഓർഡർ ചെയ്തത്. ഇപ്പൊ പണിയുന്ന ഓപ്പൺ കിച്ചൺ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ ഉണ്ടാവാറുണ്ട്, ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ലോ? ഇല്ല, എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഓപ്പൺ കിച്ചൺ വേണ്ടാന്ന്. വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നത്. അതിന് പിന്നിൽ എനിക്കൊരു ദുരുദ്ദേശമുണ്ട്. സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു സ്പേസ് വേണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത്, ഒരു ഇൻഡിപെൻഡന്റ് സ്പേസ്, ഒരു ഇൻഡിവിജ്വൽ സ്പേസ് വേണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഒറ്റയ്ക്ക് മറ്റ് എതിരഭിപ്രായങ്ങളെല്ലാം മറികടന്ന് പണിത ഒരു വീട്. ആ വീട് പണിതിരിക്കുന്ന വേറെ ആരുമല്ല, ഹാൻസി. നമസ്കാരം. നമസ്കാരം. യെസ്, IT പ്രൊഫഷണൽ ആണല്ലേ? അതെ. എവിടെയാണ്? ബാംഗ്ലൂർ ബേസ്ഡ് ആണ് കമ്പനി. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. അതായത് ഇത് ആൻസിയുടെ സ്വർഗം ആണ്. അതെ, എന്റെ ഹോപ്പാണ്. ഹോപ്പ്, യെസ്, വീടിന്റെ പേര് ഹോപ്പ് തന്നെയാണ്. ഇതൊരു മാനിഫെസ്റ്റേഷൻ കം ഒരു ഷിയർ വിൽ പവറിന്റെ പുറത്ത് ഉണ്ടായ ഒരു വീടാണ്. ഈ എൻ്റെ സ്വന്തം എന്ന് പറയാൻ ഒരു സ്ഥലം വേണം, ഒരു അഡ്രസ്സ് വേണം എന്നുള്ള ആ തോട്ടിൽ നിന്ന് വന്ന ഒരു ജനിച്ചൊരു വീടാണിത്. എന്തുകൊണ്ടാണ് ഹാൻസി അങ്ങനെ ഒരു ഇടം വേണം, ഒരു സ്വന്തമായിട്ടൊരു വീട് പണിയണം, ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്പേസ് വേണം, അതും തന്നെ ചെയ്യണം എന്നൊരു തോന്നലിലോട്ട് എത്തിയത് എങ്ങനെയാണ്? അത് ഈ വെർജീനിയ ഉൾഫിന്റെ റൂം ഓഫ് വൺ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് ഇല്ലേ, അതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്പേസ് വേണം. അവിടെ നമുക്ക് ആരുടെയും ചോദ്യങ്ങളില്ല, ആരോടും മറുപടി പറയാനും നമുക്ക് മറുപടി പറയും വേണ്ട. അപ്പം അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു സ്പേസ് വേണം എന്നുള്ള ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ വിചാരിച്ചത്, ഓക്കെ എനിക്കിങ്ങനെ എൻ്റെ സ്വന്തം ഒരു ഇടം വേണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പ്ലോട്ട് വാങ്ങി, പ്ലോട്ട് നോക്കി, കുറേ അന്വേഷിച്ച്, 1-2 വർഷം പ്ലോട്ടൊക്കെ അന്വേഷിച്ച്, ദെൻ ഫൈനലി ഇവിടെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ, ഞാൻ ജനിച്ചുള്ള നാട്ടിൽ തന്നെ ഈ പ്ലോട്ട് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ദിസ് ഇസ് ഇറ്റ് എന്നുള്ള രീതിയിൽ എത്തി. ഇതാണ് ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം. ആൻഡ് ദെൻ പിന്നെ ഇവിടെ എനിക്കൊരു ഇക്കോ സിസ്റ്റം ഉണ്ട്. എനിക്കറിയാവുന്ന ആൾക്കാരാണ്, എൻ്റെ നാട്ടുകാരാണ്. സോ ഓക്കെ, ഇതാണ് എൻ്റെ സ്ഥലം. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തതാണ്. ഹസ്ബൻഡും? അതെ, ഞങ്ങൾ രണ്ടുപേരും IT-ലാണ്. ഒരു മോനുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് റീലൊക്കെ ചെയ്യുമ്പം അവനായിരുന്നു വലിയ ബുദ്ധിമുട്ട്. അവന് അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വിട്ടു വരാനുള്ള, പിന്നെ അവൻ്റെ കൈയും കാലൊക്കെ പിടിച്ച് ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ തൊട്ടേ എൻ്റെ മനസ്സിലുള്ളതാണ് എനിക്ക് ഐദർ ഹസ്ബൻഡിന്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടില്, അങ്ങനെയായിരുന്നു. നേരത്തെ ഹാൻസിയോട് സംസാരിച്ചപ്പോൾ ഹാൻസി ഒരു കാര്യം പറഞ്ഞു, അതായത് ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മാത്തോട്ട് എത്തുകയും ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലി പറയുന്ന പോലെ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. ഐ തിങ്ക് എൻ്റെ പോലെയുള്ള മില്ലേനിയൽ വിമൻസ് ആണ് കൂടുതൽ അത് നേരിട്ടിട്ടുള്ളത് അല്ലേ. നമ്മൾ സ്വന്തം വീട്ടിലത്തെ ആണ്, വേറെ വീട്ടിലേക്ക് പോകേണ്ട ആളാണ്. അവിടെ എത്തുമ്പോൾ ഓക്കെ വേറെ വീട്ടിൽ നിന്ന് വന്ന ആളാണ്. സോ അതെങ്ങനെയാണ് അങ്ങനെ ആ സിസ്റ്റം അങ്ങനെയായിരുന്നു. ഞാൻ ഓർത്തില്ല, അത് പറ്റില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് വേണം. അവിടെ എൻ്റെ അടുത്ത് ആരും ചോദിക്കരുത് ലൈക്ക് ഓക്കെ നീ എന്താ, എവിടെ എത്തി, എവിടെ പോയി, അങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എനിക്ക് താല്പര്യമില്ല. എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി ജേർണി. ഓക്കെ, ഇത് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടായിട്ടുള്ള ഒരു ജേർണിയാണിത്. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കും, ക്യാൻ ഐ പുൾ ദിസ് ഓഫ്, ക്യാൻ ഐ റിയലി ഡൂ ദിസ് എന്നുള്ളത്. പക്ഷേ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ വി ആർ മച്ച് മോർ ദാൻ വാട്ട് വി തിങ്ക്. ഓക്കെ, നമുക്ക് ഭയങ്കര സ്ട്രെങ്താണ് ആക്ച്വലി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് എന്ന് ഞാൻ പറയും. ജസ്റ്റ് ഡു ഇറ്റ്, സ്റ്റാർട്ട് ഇറ്റ്. എത്ര സെന്റിലാണ് ഈ വീട് നിൽക്കുന്നത്? എത്ര സ്ക്വയർ ഫീറ്റ് വീട് വരുന്നത്? ഒരു 10 സെന്റ് താഴെയാണ്. 9600 സ്ഥലം. വീട് 1500 സ്ക്വയർ ഫീറ്റ്. 1500 സ്ക്വയർ ഫീറ്റ്. 3 ബെഡ്റൂം ആണ്. 3 ബെഡ്റൂം, 1 ഫ്ലോർ.
എനിക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈല് വേണം വീടിന് എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഞാൻ ഈ സ്ലോപ്പൊക്കെ എനിക്ക് അങ്ങനെ വേണം, അങ്ങനെ ഇതിൽ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് വേണമെന്ന് വാശി പിടിച്ചതാണ് ഇതൊക്കെ. അപ്പൊ എന്തായാലും പുറമേ കാണുമ്പോൾ തന്നെ ഒരൊറ്റ ഒരു കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു പേസ്റ്റൽ കളർ, പേസ്റ്റൽ ടാർക്കോ കളറിലാണ് മൊത്തം വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൽ വന്നിരിക്കുന്ന ഗ്രില്ലാണെങ്കിലും ഗേറ്റ് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും ഡോർസ് ആണെങ്കിലും എവറിത്തിങ് ആ ഒരു പേസ്റ്റൽ തീമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൻസിക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പം അതിന് പിന്നിൽ എനിക്കൊരു ദുരുദ്ദേശമുണ്ട്, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കണം. അതെ, അപ്പൊ എനിക്ക് അങ്ങനെ ഒരുപാട് കുറെ എലമെന്റ്സ് ഇട്ട് അങ്ങ് ക്രൗഡഡ് ആക്കാനും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു 9 മണിക്ക് ലോഗിൻ ചെയ്താൽ ഒരു 9 മണിയാവും ഞാൻ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ. അങ്ങനെയുള്ള ഒരു പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആവണം എന്നുള്ളത് എൻ്റെ വൺ ഓഫ് ദ മെയിൻ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു. ഈവൻ ഈ ജനലിൻ്റെ കമ്പി നോക്കിയാൽ പോലും അതാണ്. ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കും പഴയ ജനലിൻ്റെ മോഡൽ കണ്ടിട്ടുള്ളതാണ്. ഞാനത് എനിക്ക് ഭയങ്കര പർട്ടിക്കുലർ ആയിരുന്നു. എനിക്ക് ഇങ്ങനെ തന്നെ അത് വേണം, അത് ഉരുണ്ട് തന്നെ ഇരിക്കണം, അത് സ്ക്വയർ ഒന്നും പറ്റില്ല. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അത് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ പെർട്ടിക്കുലർ ആയത്. പിന്നെ ഇപ്പോൾ ഈ ഫേർണിച്ചർ ആണെങ്കിലും ഇത് ഞാൻ അവരുടെ അടുത്ത് ഇതിൻ്റെ ഇമേജ് കൊടുത്തതാണ്. ഓക്കെ, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, അപ്പം എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം എൻ്റെ ആഗ്രഹത്തിന് ഇഷ്ടത്തിന് ഒക്കെ ചെയ്തു തന്നത്. ഇപ്പം ഈ ലിവിങ് റൂമിൻ്റെ ഇതാണെങ്കിലും ഇതും ഞാനിങ്ങനെ കുറേ ChatGPT പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്താ പറയാ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് മൾട്ടിവുഡ് പാനലിങ് ചെയ്ത് 2 ഷെയ്ഡ് കൊടുത്തു, സെപ്പറേഷൻ കൊടുത്തു, പ്രെയർ ഏരിയ, TV ഏരിയ. ഇത് അപൂർവമാണ്, കാരണം രണ്ട് സ്പേസിലായിട്ടാണ് വരിക സാധാരണ. ഇത് രണ്ടും ഒറ്റ വാളിൽ സെറ്റ് ചെയ്തെന്നുള്ള. എനിക്ക് ഇവിടെ തന്നെ പ്രെയർ ഏരിയയും TV യൂണിറ്റും വേണം. അപ്പോൾ പ്രെയർ ഏരിയനെ മിൽക്കി വൈറ്റ് ആക്കി, TV യൂണിറ്റിൽ ഒരു പേസ്റ്റൽ നമ്മുടെ ഷെയ്ഡും കൊടുത്തു. അപ്പോൾ അത് ഇങ്ങനെയായി. പിന്നെ അവിടെ ഇരിക്കുന്ന ലൊട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. മെയിൻ്റെനൻസ് ഇപ്പം 2 നില വീട് വേണ്ടാന്നുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. 2 നില വീട് എനിക്ക് പറ്റില്ല. ലൈക്ക് എനിക്ക് കയറി ഇറങ്ങാനൊന്നും എനിക്ക് താല്പര്യമില്ല. സ്റ്റെപ്പിൽ എനിക്ക് താഴെ തന്നെ വേണം. അതായത് എൻ്റെ ബഡ്ജറ്റ് വളരെ കുറവാണ്. എനിക്കൊരു 1500 സ്ക്വയർ ഫീറ്റ് മാക്സിമം പറ്റുള്ളൂ. ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ബി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടായിരിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടായിരിക്കണം. I don't want to depend on anybody for anything. So far that happened. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ കാശ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മേജർ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇതിനകത്ത് നിൽക്കുന്ന ഒരു വീട്, ബട്ട് ദെൻ എനിക്ക് ഇതിൻ്റെ എസ്തെറ്റിക്സിന് ഒരു കോംപ്രമൈസും ചെയ്യണ്ട എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ചെറിയ ക്ലാപ്പ് കൊടുത്തേക്കാം. പുള്ളിക്കാരനെ ഞാൻ ഒരു ഇൻസ്റ്റാ പേജ് ചെയ്ത് പൊക്കിയതാണ്. അപ്പോൾ എനിക്ക് സാധാരണ നമ്മൾ തിരുഹൃദയത്തിന്റെ അങ്ങനത്തെ രൂപങ്ങളൊക്കെയാണല്ലേ കാണാറ്. പുള്ളി സാഡായിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ. അപ്പൊ ഇല്ല, എനിക്ക് വീട്ടിൽ കയറുമ്പോ തന്നെ ഒരാള് ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത് കാണാം, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ പേജിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തത്. ഇപ്പൊ ഫ്ലോറിംഗിലേക്ക് നോക്കുവാണെങ്കിലും ഒരു ഗ്രേ മാറ്റ് ഫിനിഷിൽ വന്നിരിക്കുന്ന ഫ്ലോറിംഗ് തന്നെ, അല്ല ഒറ്റ തീമിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അതെ അതെ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യാൻ താല്പര്യമില്ല. സോ ഈ ഷെയ്ഡ് തന്നെ അഷ്റഫ് എനിക്കൊരു 4-5 ഷെയ്ഡ് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തതാണ് ഈ ഷെയ്ഡ്. അപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡാർക്ക് ആവും വേണ്ട, ബട്ട് സ്റ്റിൽ ഇറ്റ് ഷുഡ് എന്താ പറയുക, ഒരു ഒത്തിരി നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഈ ഫ്ലോറിന് വേണം എന്നുള്ളത്. എൻ്റെ ഒരു വാൾ ഇപ്പൊ ഈ വീട്ടിലേക്ക് കയറുമ്പോ തന്നെ നിറച്ച് കാറ്റും വെളിച്ചവും ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അപ്പൊ അത് ഈ ഒരു കളർ കോമ്പിനേഷൻസും ഇതിന്റെ വെന്റിലേഷൻസും ഒക്കെയാണ് ഇതിന്റെ മേജർ റീസൺ. ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് ആക്ച്വലി നമ്മുടെ വീട് പേസ്റ്റൽ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് വൈറ്റും ഉണ്ട്, നമുക്ക് പേസ്റ്റൽ ടോക്കോ എലമെന്റും ഉണ്ട്. അപ്പൊ എല്ലാം പേസ്റ്റലായി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിൻഡൈറ്റ് ബ്ലൂ ഫർണിച്ചർ ആക്കാന്ന് വിചാരിച്ചത്. ഫർണിച്ചറിലെല്ലാം ആ എലമെന്റ് ആണ് വന്നിരിക്കുന്നത്. വൺ മോർ തിങ് ഈസ് ദാറ്റ് ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ അഴുക്കായാലും പെട്ടെന്ന് അറിയില്ല. അതെ 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 അതെ. പിന്നെ ഇത് ഒരു 6 സീറ്റർ ടേബിൾ ആണ്.
ഇവിടെ ഇപ്പോൾ എനിക്ക് ഇവിടെ ഓൾറെഡി സ്ട്രക്ചർ വെച്ചിരുന്നു. അപ്പോൾ അഷ്റഫ് പറഞ്ഞു നമുക്ക് വേണ്ട, അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കിത് വേണം. അപ്പോൾ അഷ്റഫ് അത് എനിക്ക് ചെയ്തു തന്നു. ഇതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസും വേണം, ഞാൻ മുകളിൽ ഇരിക്കാനുള്ള സ്പേസും വേണം. സോ നമുക്ക് ഇവിടെ ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുകയും ചെയ്യാമല്ലോ. അവിടെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വിൻഡോ ഉണ്ട്, ക്രോസ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ. അതെ, ഇഷ്ടംപോലെ വെളിച്ചമുണ്ട്, എയർ പാസേജും ഉണ്ട്. അവിടെയാണ് ഹാൻഡ് വാഷ് ഏരിയ വന്നിരിക്കുന്നത്. ആ കോർണറിൽ ഹാൻഡ് വാഷ് ഏരിയ വന്നു. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കോർണറാണ്. ഇവിടെ നിന്ന് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് സ്വപ്നം കാണാം. അതായത് പ്രത്യേകിച്ചൊന്നും ഇല്ല, ഡു നത്തിങ് സ്പേസ്. സമയം ഉണ്ടെങ്കിൽ വന്നിരുന്ന് ഇവിടെ ഊഞ്ഞാലാടാനും പിന്നെ ഇവിടെ വന്നിരിക്കുക, കുറച്ച് നേരം പുറത്തോട്ട് നോക്കിയിരിക്കുക. ഇനി അവിടെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ സെറ്റാണ്. ഈ ഊഞ്ഞാല് വരെ ഏകദേശം ആ ഒരു ഷെയ്ഡില് ഞാൻ നടന്നല്ലേ? കുറച്ച് ഇല്ല, ഒരുപാട് നടന്നില്ല. നടക്കേണ്ടതൊക്കെ അഷ്റഫാണ് നടന്നത്. എനിക്ക് പുള്ളി എല്ലാത്തിൻ്റെയും ഒരു സാമ്പിൾസ് കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ് അതിൽ നിന്നൊക്കെ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ, ഞാൻ പറഞ്ഞില്ലേ ആ മുന്നിലിരിക്കുന്ന ലൊട്ടിലെടുക്ക സാധനങ്ങൾ തൊട്ട് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അതൊക്കെ ഇതിൽ കൊണ്ട് വെച്ചു. മാസ്റ്റർ ബെഡ്റൂം ഇതിൽ എനിക്ക് പ്രൈവസി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ആദ്യമേ തന്നെ ഇവിടെ നമുക്ക് ബാത്റൂമിൻ്റെ സെക്ഷൻ വെച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നാലാണ് പിന്നെ ബെഡ് വിസിബിൾ ആവുന്നത്. ഇതെൻ്റെ ബെഡ്റൂം, എൻ്റെ വർക്ക് സ്പേസ് ആണ്. ഇവിടെ നമ്മൾ വാർഡ്രോബ് ചെയ്തു. എല്ലാ തീമിൽ തന്നെ ചെയ്തിരിക്കുന്ന കളർ തീം. ആക്ച്വലി ഇതിൻ്റെ കളർ ഞാൻ ഈ എക്സാക്ട് പേസ്റ്റൽ ടർക്കുമാണ് ഉദ്ദേശിച്ചത്. പിന്നെ അത് ശരിക്കും കിട്ടിയില്ല. ഞാൻ കുറച്ച് വിഷമിച്ചെങ്കിലും അവരെനിക്ക് വേറൊരു കളർ കൊണ്ടു തന്നു. ഇത് അതിന്റെ എക്സാക്ട് കളർ അല്ല, ബട്ട് സ്റ്റിൽ ഇത് ബ്ലെൻഡ് ചെയ്തു അതിന്റെ കൂടെ. എല്ലാ റൂമും അറ്റാച്ച്ഡ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്? എല്ലാ റൂമും അറ്റാച്ച്ഡ് ആണ്. കോമൺ ബാത്റൂം ഇപ്പൊ വല്ലപ്പോഴും കയറി വരുന്ന കോമൺ ബാത്റൂം വെക്കേണ്ട കാര്യമില്ലല്ലോ നടത്തിട്ട്. പിന്നെ അതാകുമ്പോ സ്ക്വയർ ഫീറ്റ് കൂടുകയും ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഇത് നമ്മളൊരു ഗസ്റ്റ് ബെഡ്റൂമാണ്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെ, ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊരു കബേർഡാണ്. ഇവിടെ മാത്രമാണ് കണ്ണ് നടക്കുന്നത്, കാരണം ഇതുവരെ കണ്ടുവന്നൊരു കളർ അല്ല അത്. അതെ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ വേറെ ചെയ്യിപ്പിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അത് വെച്ചു. പിന്നെ ബാത്റൂം ഉണ്ട് അറ്റാച്ച്ഡ്. വെരി സിമ്പിൾ. ഇത് എൻ്റെ ക്രിയേറ്റീവ് ഡ്രീം ചെയ്യാനുള്ള സ്പേസിന്റെ അടുത്തുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ഇതും കുറച്ച് പ്രൈവസി ഉള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഉള്ളിലേക്ക് കയറി വരുന്ന രീതിയിൽ. അതെ, അപ്പോൾ ബെഡ് പെട്ടെന്ന് നമുക്ക് കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബെഡ്റൂമിൽ അങ്ങനെയാണ്. ഈ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഈ കബേർഡ്സും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കബേർഡ്സ് ആണ്. അതുകൊണ്ട് ഇവിടെയും വേറെ ചെയ്തില്ല, ഇത് വെച്ചു. ഇതാണ് 3 ബെഡ്റൂമുകൾ അല്ലേ? ഇവിടെ ഒരു ചെറിയ സ്റ്റഡി ടേബിൾ, ഇതൊരു സ്റ്റഡി ടേബിൾ, പോർട്ടബിൾ ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ടുണ്ട് അല്ലേ? സാധാരണ വീടുകളിലൊക്കെ കിച്ചൺ ഇപ്പൊ പണിയുന്നവർക്ക് ഓപ്പൺ കിച്ചൺ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല, എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഓപ്പൺ കിച്ചൺ വേണ്ടാന്ന്. വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കിച്ചണിനൊരു പ്രൈവസി വേണം. അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് സമാധാനമായിട്ട് പണിയെടുക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. ആൻഡ് ദെൻ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള മറ്റേ സ്മെല്ലും അതൊന്നും ഇവിടേക്ക് വരാതിരിക്കുക, ഇവിടേക്കൊന്നും പോവാതിരിക്കുക. സോ ദാറ്റ് ഓൾസോ ഐ വാസ് വെരി പർട്ടിക്കുലർ. എനിക്ക് ഓപ്പൺ കിച്ചൺ വേണ്ട, അതും ക്ലോസ്ഡ് കിച്ചൺ തന്നെ വേണം. ശക്തമായ റീസൺ ആയിരുന്നു. അതെ. അപ്പോൾ ഇതാണ് കിച്ചൺ. സെയിം വാർഡ്രോബ്, കളർ തീമെല്ലാം പാറ്റേണെല്ലാം വന്നിരിക്കുന്നു. അപ്പോൾ ഇതിലൊരു വൈറ്റ് എലമെന്റ് വേണം എന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പം മുകളിലത്തെ ക്യാബിനറ്റ്സ് കുറച്ചും കൂടെ അഴുക്കാവാൻ സാധ്യത കുറവായതുകൊണ്ട് മുകളിൽ വൈറ്റ് ആക്കി, താഴത്തെ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തു. എനിക്ക് ആ വിൻഡോസ് വരുമ്പോഴത്തേക്ക് ഒരു ട്രഡീഷണൽ ലുക്കിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. വിൻഡോസ് ആക്ച്വലി ഇവിടെയൊക്കെ നമുക്ക് വെക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന്. എനിക്ക് വിൻഡോസ് ഇവിടെ വേണം, കാരണം അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടല് പോലെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് നല്ല വായുസഞ്ചാരം വെളിച്ചമൊക്കെ വേണം എന്നുള്ള ഒരു നിർബന്ധം തന്നെയായിരുന്നു. എനിക്ക് അങ്ങോട്ട് കയറി എത്തിച്ച് അവിടെ വെക്കാൻ മാത്രമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ സ്പേസ് ഒഴിവാക്കി, അത് താഴെ മാത്രം. ആൻഡ് ദെൻ ദിസ് ഈസ് സഫീഷ്യൻറ്റ്. ഇത് മതി, ഇത്രയും സ്പേസ് മതി എനിക്ക്. ഞാൻ പോയ സ്ഥലങ്ങളുടെ സ്വിച്ച് മാഗ്നറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അതെ അതെ. എവിടെയൊക്കെ പോയിട്ടുണ്ട്? യൂറോപ്പ് പോയി, സോളോ ട്രിപ്പ്. തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ. ഓ അത് ശരി, എല്ലാം സോളോ ട്രിപ്പ് ആണോ? തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ ഫാമിലി, യൂറോപ്പ് സോളോ.
ആക്ച്വലി എന്നെ ഒരു 10 വർഷം മുന്നേ അറിയുന്ന ആൾക്കാർ ഒരിക്കലും വിചാരിക്കില്ല ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു വേർഷൻ 2.0 ആണിത്, ഇങ്ങനെ ഒരു വേർഷനായി മാറുന്ന ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ പെൺകുട്ടികളും ഒരു വീട് പണിയായിട്ട് സ്വന്തമായിട്ട്, അതാണ് ഞാൻ സ്വപ്നം കണ്ട ഗിനാശ്ശേരി. നമുക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു മുക്കിൽ പോയിരുന്ന് പാട്ട് പാടാനോ അല്ലെങ്കിൽ റീല് ചെയ്യാനോ ആ ഒരു സ്ഥലം. അപ്പോൾ ഇനി ആരും വന്ന് പറയും എന്നൊന്ന് മാറി, എനിക്കിവിടെ കുറച്ച് എനിക്ക് പരിപാടി ഉണ്ട്, ഒന്ന് മാറിപ്പോയേ, നീ വേറെ എവിടെയെങ്കിലും പോയിരിക്കേ, അതൊന്നും പറയണ്ട. അപ്പം നമുക്ക് പറയാം ഇത് എൻ്റെ വീടാണ്, നീ വേണമെങ്കിൽ പുറത്ത് വെക്കോ എന്ന് പറയാമല്ലോ. റോസിക്ക് പറ്റില്ലെങ്കിൽ റോസി വെക്കോ. അപ്പം അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കണ്ട. എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ദിസ്. അപ്പൊ ഇതാണ് അഷ്റഫ് ബ്രോ, നമസ്കാരം. ഇതാണ് ഇത്രയും നേരം കഷ്ടപ്പെടുത്തി പറഞ്ഞ ആള് ഹാബിക്യൂ അല്ലേ? എവിടെയാണ് സ്ഥാപനം വരുന്നത്? ഞാൻ വടനപ്പള്ളി. ഓക്കെ. അപ്പൊ ഇതൊരു ചലഞ്ചിങ് പ്രോജക്റ്റ് ആയിരുന്നോ? തീർച്ചയായിട്ടും എന്നെ കൊറേ നടത്തിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല, എല്ലാ കാര്യവും മൂപ്പരാള് പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം. ആ ഒരു നേരെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലാതെ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല മൂപ്പരാള്. റിസൾട്ട് കണ്ടപ്പോ എന്തോ 100% സാറ്റിസ്ഫൈഡ് ആണ്. ശരിയായിരുന്നു. അപ്പം എത്ര നാൾ കൊണ്ടാണ് ഈ വീടിന്റെ കംപ്ലീറ്റ് ഇത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 7 മാസം കറക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. സെപ്റ്റംബറിൽ തുടങ്ങി നമ്മൾ മാർച്ചിൽ ഹാൻഡ് ഓവർ ചെയ്തു. അതല്ലേ? ഞങ്ങൾ വീടിന്റെ A to Z വർക്കുകൾ ചെയ്യുന്നുണ്ടോ? അതെ, ഫുൾ വർക്ക്. നമുക്കിപ്പോൾ പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മുതൽ പ്ലാൻ വരച്ച് എല്ലാ കാര്യങ്ങളും അതിന് പെർമിറ്റ് എടുത്ത് കൊടുക്കല് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഹാൻഡ് ഓവർ, കീ ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ നമ്മുടെ കയ്യിലാണ്. വീട്ടുകാരൊന്നും അറിയേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് പ്ലോട്ട് മേടിച്ചാൽ മതി. ബാക്കി ഫുൾ കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവർക്ക് അയച്ചു കൊടുത്ത് അവരെ അപ്രൂവൽ കിട്ടിയതിനു ശേഷം നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഹാൻസിയുടെ കഥകൾ ആണ് നമ്മൾ ഹാൻസിയുടെ വീടിനേക്കാൾ കൂടുതൽ കേട്ടതും കണ്ടതും. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. നമ്മളൊരു ഹോം ടൂർ പ്രതീക്ഷിച്ച് വന്നിട്ട് കിട്ടിയത് അതിലേറെ ഈ വീട് എങ്ങനെ ഉണ്ടായി എന്നുള്ള ആ ഒരു യാത്രകളാണ്. ഒരുപാട് ചോദ്യങ്ങൾക്കിടയിൽ നിന്ന് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിരുന്നു. പറയുന്ന വാക്കുകൾ ഉണ്ടായിരുന്നു, എത്രത്തോളം ഉണ്ടായിരുന്നു. അതിപ്പോൾ അവസാനം പരിസമാപ്തിയിലെത്തിയപ്പോൾ ഉള്ള ഒരു സന്തോഷം, ആത്മനിർവൃതി അല്ലേ? വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? സാധിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചെടുത്ത് നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്തെടുത്തുനിന്നാണ് ഇതിവിടം വരെ എത്തിയത്. അപ്പോൾ എന്തായാലും ഹാൻസി ഒരു കൺഗ്രാറ്റ്സ്. താങ്ക് യു. നമ്മുടെ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡ് തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പെൺകുട്ടികൾക്ക് എന്താണ് വീട് വെച്ചാൽ എന്നാണ് ഹാൻസി ചോദിക്കുന്നത്. വീട് വെക്കണം, ഇൻഡിപെൻഡൻറ്റ് സ്പേസ് വേണം, ഇൻഡിവിജ്വൽ ആവണം. ആളുകൾക്ക് ഒരുപാട് റെസ്പോൺസ് അല്ല, അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എപ്പോഴും കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളല്ല നമ്മളെന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ട്. യെസ്, കുറച്ച് നല്ല ആശയങ്ങളും ചിന്തകളും ഹാൻസിയുടെ അടുത്ത് കിട്ടി. താങ്ക് യു. അപ്പോൾ ഹോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. വളരെ ഇഷ്ടപ്പെട്ടു. ഹാബിക്യൂടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പുതിയൊരു മനോഹരമായിട്ടുള്ള വീഡിയോ നമ്മൾ വീണ്ടും വരട്ടോ. അപ്പോൾ ഹാൻസി ഒരു ബൈ പറയാം. ബൈ.